ലോകം മുഴുക്കെ മഹാന്മാർക്ക് ജാറുണ്ട്. ഏറ്റവും വലിയ മുസ്ലിമീങ്ങളെ കേന്ദ്രം മദീനയാണ്. മദീനയിൽ മദീന പള്ളിയോട് ചേർന്ന് വളരെ വലിയ പച്ചക്കുബയുള്ള ജാറം തലമുക്കി നിൽക്കുന്നുണ്ട്. അത് 3 മഹാന്മാരുടെ ജാറമാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, വേറെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും അവിടെ വരുന്നുണ്ട്. എല്ലാ മഹാന്മാരും അവിടെ സിയാറത്ത് ചെയ്യുന്നുണ്ട്. ആരും ആ ജാറം പൊളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മദീനത്തെ ജാറം പൊളിക്കണം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഒരാളുണ്ട്, അയാൾ കേരളക്കാരനായ ഒരു സലഫിയാണ്. അദ്ദേഹത്തിന്റെ സക്കരിയ സലാഹി എന്ന മൗലവി ഉണ്ട് കേരളത്തിൽ. അയാൾ പറഞ്ഞു, സലഫികൾക്ക് മുജാഹിദുകൾക്ക് ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം ഞങ്ങൾ ആ ജാറം പൊളിക്കൂന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്താ തകർക്കാത്തത്? സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് തകർക്കാൻ KNM ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് തകർക്കാൻ നിന്നാ സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട്, കോൺസുലേറ്റ് മുമ്പിൽ പോയിട്ട് കുറെ ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് ചാവും. ഹോ, റസൂലുള്ളാഹിന്റെ ഖബർ വിളിക്കണോന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. അത് അവരുടെ പരിപാടിയാണ്. അതേസമയത്ത് മുസ്ലിമീങ്ങൾ ജാറത്തിനെതിരല്ല. മുസ്ലിങ്ങളെ കേന്ദ്രമായ മദീനയിൽ ആ വലിയ പടുകൂറ്റൻ ജാറം അവിടെ ഉണ്ട്. ആ ജാറത്തിന്റെ മേലെ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന പദ്യം എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ചുമരിന്റെ മുകളിൽ. ഇപ്പോഴും ഉണ്ട് ജാറം. അത് മഹാന്മാര്, അവര് സാധാരണക്കാരല്ല, അവിടെ സിയാറത്ത് ചെയ്യപ്പെടേണ്ട സ്ഥലമാണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഖുബ്ബകൾ, ആ ഖുബ്ബകൾ നിർമ്മിക്കുക എന്നത് പുണ്യകർമ്മമാണ് എന്ന് എല്ലാ ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് നിഹായിലുണ്ട്. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബാണ് തുഹ്ഫയും നിഹായും. ആ 2 കിതാബിലുണ്ട്. അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇമാമികൾ മഹാന്മാർക്ക് ജാറമുണ്ടാക്കുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാർക്കായിരിക്കണം കേട്ടോ, ഏതെങ്കിലും ഒരാൾ മരിക്കുമ്പോഴേക്ക് ജാറുണ്ടാക്കലായിരുന്നു. മഹാന്മാർക്ക് ജാറമുണ്ടാക്കുന്നത് പുണ്യമാണ്.